വാട്സ്ആപ്പ് ചാറ്റും രാഹുൽ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങളൊരു ക്രൈം അല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു കൊലപാതകമല്ലേ ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ അത് BNS 89 പ്രകാരം കേസെടുക്കാവുന്ന ഒരു കുറ്റമല്ലേ? നിങ്ങള് ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എന്റേതാണോ എന്ന് ചോദിച്ചു. അല്ല അത് തന്നെ. ഈ അങ്ങ് ചൂടാകണ്ട, നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കാണല്ലോ. ആ രീതി മതി, ആ ടോൺ മതി. അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നെ എന്റെ പാർട്ടല്ലേ, എന്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോ എനിക്ക് എപ്പോഴാണോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും തിരിച്ചെത്തിയപ്പോ ഒരു വിശദീകരണം നൽകും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ആരോപണം വന്നാൽ ആരോപണ വിധേയം ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്. അത് പ്രജിക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്, ആർക്കും ബാധകമാണ്. എന്താണ്? ഞങ്ങൾ ഇതിനകത്ത് ഒരു കഴഞ്ചു പോലും ഈ പറയപ്പെടുന്ന അലിഗേഷനിൽ ഇല്ല. ഞങ്ങൾ ഇത്തരത്തിൽ ഒരു സെക്സ്വൽ അബ്യൂസിംഗ് നടത്തിയിട്ടേ ഇല്ല. ഞങ്ങൾ അവരോട് അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, ചുവയോടുകൂടി സംസാരിച്ചിട്ടില്ല. വളരെ സ്പഷ്ടമായി ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പറയില്ലേ? പറയേണ്ടതല്ലേ? എന്ത് നിങ്ങൾ പറയാത്തത്? പക്ഷേ ഈ ആരോപിക്കപ്പെടുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല, ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല, ഞാൻ കോളേജ് കുട്ടിയെ പോലെ ചപലമായിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പറയേണ്ടത് പറഞ്ഞോ? പറയേണ്ടതല്ലേ? അതാണ് ചോദ്യം.